സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലര് പറയും പണമുണ്ടാക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ലെന്ന്. വേറെ ചിലര് പറയും ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഇതുകൊണ്ടൊന്നും ആരും കോടീശ്വരനാവില്ലാന്ന്. അപ്പോ ഇതിലേതാ ശരി? നമുക്കൊന്ന് നോക്കിയാലോ? ഈയൊരു വാചകം ഇതൊരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോ കുറച്ചുകാലം SIP ചെയ്തിട്ട് വലിയ മാറ്റമൊന്നും കാണാതെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. സത്യം പറഞ്ഞാൽ ഈയൊരു ചിന്ത കാരണം ഒരുപാട് പേര് നിക്ഷേപം പാതിവഴിയിൽ നിർത്തിപ്പോകാറുണ്ട്. പക്ഷേ സംഭവം അതാണോ, അതോ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഇതിനു പിന്നിലുണ്ടോ? നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഈ വാദങ്ങളൊക്കെ ശരിയാണോന്നറിയാൻ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം. ഒരു 21 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി. അവസാനം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നേരിട്ട് കണ്ടുതന്നെ അറിയാമല്ലോ. നമ്മുടെ ഈ യാത്രയിലെ നിയമം വളരെ സിമ്പിളാണ്. എല്ലാ മാസവും കൃത്യമായി 10,000 രൂപ ഒരു SIPയിലേക്ക് മാറ്റുന്നു. അത്രയുള്ളൂ. ഇനി ഈ പൈസ കാലക്രമേണ എങ്ങനെയാ വളരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 21 വർഷത്തെ യാത്രയെ നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. ഓരോ 7 വർഷം കൂടുമ്പോഴും നമ്മുടെ നിക്ഷേപം എവിടെ എത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയല്ലേ? തുടങ്ങാം. അപ്പോ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം. ഈ ആദ്യത്തെ 7 വർഷങ്ങളിൽ കാര്യങ്ങൾ കുറച്ചു പതുക്കെയായിരിക്കും നീങ്ങുന്നത്. പലരുടെയും ക്ഷമ നശിച്ചു പോകുന്നതും ഈ സമയത്താണ്. ഇങ്ങോട്ട് നോക്കൂ. 7 വർഷം കൊണ്ട് നമ്മളാകെ ഇൻവെസ്റ്റ് ചെയ്തത് 8.4 ലക്ഷം രൂപ. പക്ഷെ അതിപ്പോ വളർന്ന് 17.2 ലക്ഷം രൂപയായി. അതായത് നമ്മുടെ നേട്ടം മാത്രം 8.8 ലക്ഷം രൂപ. കൊള്ളാമല്ലേ? 7 വർഷം കൊണ്ട് നമ്മളിട്ട പൈസ ഏകദേശം ഇരട്ടിയായി. ഇത് നല്ലൊരു തുടക്കം തന്നെയാണ്. പക്ഷെ ഇതൊരു ജീവിതം മാറ്റിമറിക്കുന്ന തുകയാണോ? ഒരുപക്ഷെ ആയിരിക്കില്ല. ഇവിടെയാണ് മിക്കവർക്കും പിഴക്കുന്നത്. ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് കരുതി പലരും ഇവിടെ വെച്ച് നിർത്തും. പക്ഷെ അവർക്കറിയില്ല യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്ന്. ശരി, ഇനി നമുക്ക് യാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. 8ാമത്തെ വർഷം മുതൽ 14ാമത്തെ വർഷം വരെ. ഇവിടെ മുതൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗത വരും. 14 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ആകെ മുടക്കിയത് 16.8 ലക്ഷം രൂപ. പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണെന്ന് നോക്കൂ. 45.7 ലക്ഷം രൂപ. അതായത് നമ്മുടെ ലാഭം ഏകദേശം 29 ലക്ഷം രൂപയായി. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താന്ന് വെച്ചാൽ ഈ 2ാമത്തെ 7 വർഷത്തിൽ മാത്രം നമുക്ക് കിട്ടിയ ലാഭം ഏകദേശം 20 ലക്ഷം രൂപയാണ്. ഓർക്കണം, ആദ്യത്തെ 7 വർഷം കൊണ്ട് കിട്ടിയതിന്റെ ഇരട്ടിയിൽ കൂടുതൽ. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നേടിയ ലാഭവും ഇപ്പോ നിങ്ങൾക്കായി പുതിയ ലാഭമുണ്ടാക്കിത്തരുന്നു. ഇപ്പോൾ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആവേശം നിറഞ്ഞ ഭാഗം. 15ാമത്തെ വർഷം മുതൽ 21ാമത്തെ വർഷം വരെ. ഇവിടെയാണ് ആ യഥാർത്ഥ മാജിക് സംഭവിക്കാൻ പോകുന്നത്. 21 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആകെ നിക്ഷേപം 25.2 ലക്ഷം രൂപ. പക്ഷേ നമ്മുടെ കയ്യിലിപ്പോഴുള്ള തുകയോ 1.26 കോടി രൂപ. അതെ, നമ്മുടെ ലാഭം മാത്രം 1 കോടി രൂപയും കടന്നുപോയിരിക്കുന്നു. ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കണം. ഈ അവസാനത്തെ 7 വർഷത്തിനുള്ളിൽ മാത്രം നമുക്ക് കിട്ടിയ നേട്ടം ഏകദേശം 72 ലക്ഷം രൂപയാണ്. അതായത് ആദ്യത്തെ 14 വർഷം കൊണ്ട് നേടിയതിന്റെ ഇരട്ടിയിലധികം തുക വെറും 7 വർഷം കൊണ്ട്. ഇതാണ് ദീർഘകാല നിക്ഷേപത്തിന്റെ യഥാർത്ഥ ശക്തി. ആ വലിയ വളർച്ച, ആ ഒരു കുതിച്ചുചാട്ടം സംഭവിക്കുന്നത് എപ്പോഴും അവസാനത്തെ കുറച്ചു വർഷങ്ങളിലായിരിക്കും. അപ്പോ ഈ ഒരു അസാധാരണ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യമെന്താണ്? ഇത് വെറും മാജിക് അല്ല, വളരെ സിമ്പിളായൊരു കണക്കാണിതിന് പിന്നിൽ. നമുക്ക് കിട്ടിയ ആ 1 കോടി രൂപ ലാഭം ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്ന് ഒന്ന് നോക്കിയാലോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കളിയുടെ മുഴുവൻ ചിത്രവും ശരിക്കും മനസ്സിലാകും. ഈ ചാർട്ട് ഒന്ന് നോക്കൂ. നമ്മുടെ ആകെ ലാഭത്തിന്റെ വെറും 9% മാത്രമാണ് ആദ്യത്തെ 7 വർഷങ്ങളിൽ നിന്ന് കിട്ടിയത്. അടുത്ത 7 വർഷങ്ങളിൽ നിന്ന് കിട്ടിയത് 20%. പക്ഷേ ഭൂരിഭാഗവും, അതായത് 71% വന്നത് എവിടെ നിന്നാണെന്നറിയോ? അവസാനത്തെ 7 വർഷങ്ങളിൽ നിന്ന്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ സമ്പത്തിന്റെ ഏതാണ്ട് 3/4 ഭാഗവും ഉണ്ടാക്കപ്പെട്ടത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന ആ അവസാനത്തെ കുറച്ചു വർഷങ്ങളിലാണ്. അപ്പൊ ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. എന്തുകൊണ്ടാണെന്നറിയോ മിക്കവരും സിപ്പിൽ നിന്ന് പണം ഉണ്ടാക്കാത്തത്? കാരണം തുടക്കത്തിലെ ആ ഒരു മെല്ലെപ്പോക്കില്ലേ, അത് കണ്ട് നിരാശപ്പെട്ടവർ നിർത്തിപ്പോകും, ആ യഥാർത്ഥ മാജിക് സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ്. അപ്പോ ഇപ്പം നിങ്ങൾക്ക് ആ രഹസ്യമറിയാം. സമ്പത്ത് കുതിച്ചുയരുന്ന ആ മാജിക് സംഭവിക്കുന്നത് തുടക്കത്തിലല്ല, മറിച്ച് അവസാനമാണ്. ചോദ്യം ഇത്രയുള്ളൂ, ആ മാജിക്കിനു വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടോ?